أعوذ بالله من الشيطان الرجيم وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ 7-ാമത്തെ സൂക്തമായ വഖാലു മാ ലിഹാദർ റസൂലി യഅകുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറ എന്ന ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. ഈ പ്രവാചകൻ എന്താണ് ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അദ്ദേഹത്തിലേക്ക് ഒരു മലക്ക് ഇറക്കിക്കൊടുക്കപ്പെട്ടുകൂടെ? ഒരു മലക്കിനെ അദ്ദേഹത്തിലേക്ക് ഇറക്കിക്കൊടുക്കപ്പെടുകയും എന്നിട്ട് ആ മലക്ക് തന്റെ ഒന്നിച്ച് ഒരു താക്കീതുകാരനായിരിക്കുകയും ചെയ്യരുതോ? അങ്ങനെ ഉണ്ടായിക്കൂടെ? അതിനുള്ള മറുപടിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതേ അധ്യായത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിശദീകരിച്ചു കഴിഞ്ഞത് യാഥാർത്ഥ്യമാണ്. തുടർന്നുകൊണ്ട് അവരുടെ ചോദ്യം വീണ്ടും അവർ തുടരുകയാണ്. ഒരു മലക്കിനെ അദ്ദേഹത്തിലേക്ക് ഇറക്കിക്കൊടുക്കാത്തത് എന്ത് എന്ന് ചോദിച്ചതുപോലെ അടുത്ത ചോദ്യം എന്താണ്? ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ വഖാല الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. ഔ അല്ലെങ്കിൽ യുൽഖാ ഇലൈഹി അദ്ദേഹത്തിലേക്ക് ഇട്ടുകൊടുക്കപ്പെടാത്തത് എന്താണ്? ഔ യുൽഖാ ഇലൈഹി അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഇട്ടുകൊടുക്കപ്പെടാത്തത് എന്താണ്? എന്ത്? കൻസുൻ എന്ന് പറഞ്ഞാൽ വല്ല നിധിയും വല്ല നിക്ഷേപവും അദ്ദേഹത്തിലേക്ക് ഇട്ടുകൊടുക്കപ്പെടാത്തത് എന്ത്? അൽഖാ യുൽഖി യുൽഖാ ഔ യുൽഖാ ഇലൈഹി കൻസുൻ
ഔ തകൂനു ലഹു ജന്നത്തുൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകരുതോ? ഉണ്ടാകാത്തത് എന്താണ്? ജന്നത്തുൻ, ഒരു തോട്ടം. എന്നിട്ട് യഅ്കുലു മിൻഹാ, ആ തോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷണം തിന്നാൻ കഴിയുമാറ് ഒരു തോപ്പ്, ഒരു തോട്ടം ഉണ്ടാകാത്തത് എന്താണ്? ഇതാണ് അവരുടെ അടുത്ത പ്രത്യേകമായ ചോദ്യം. മാത്രമല്ല അവർ പറയുകയും ചെയ്തു, വഖാലൽ ളാലിമൂൻ, അക്രമികൾ പറയുകയാണ്, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, ഇൻ തത്തബിഊന, നിങ്ങൾ പിൻപറ്റുന്നില്ല, ഇല്ലാ റജുലൻ മസ്ഹൂറാ, ആഭിചാരം ബാധിച്ചിട്ടുള്ള ഒരാളെയല്ലാതെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ അർത്ഥം പറഞ്ഞതാണ്. ഉൻളുർ, നീ നോക്കൂ, കൈഫ ദറബൂ ലക്കൽ അംസാല, എപ്രകാരമാണ് അവർ നിന്നെക്കുറിച്ച് ഉപമകൾ വിവരിച്ചു പറയുന്നതെന്ന്. ഫളല്ലു, അങ്ങനെ അത് കാരണമായി അവർ വഴിവിഴച്ചിരിക്കുന്നു. ഫലാ യസ്തതിഊന സബീല, ആകയാൽ അവർക്ക് ഒരു മാർഗവും ഇനി കണ്ടെത്തുവാൻ സാധ്യമാവുകയില്ല. ഇതാണ് 8ഉം 9ഉം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയായിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. അവരുടെ ഒരു ആരോപണം എന്താണ്? ഒരു മലക്കിനെ എന്താണ് ഇറക്കിക്കൊടുക്കാത്തത്? അള്ളാഹു അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മലക്ക് വന്നാൽ നിങ്ങൾക്ക് നന്നാവില്ല, മലക്ക് വരുമ്പോ പിന്നെ ശിക്ഷിക്കാനാണ് വരിക. അപ്പൊ മലക്കിനെ ആവശ്യപ്പെട്ട ആ ഒരു ആവേശമൊന്നും മലക്ക് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകൂല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇനി അവരുടെ അടുത്ത ചോദ്യം എന്താണ്? ഔ യുൽഖാ ഇലൈഹി കൻസുൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് വല്ല നിക്ഷേപവും എന്താ ഇട്ടുകൊടുക്കാത്തത്? അദ്ദേഹം ഇങ്ങനെ അങ്ങാടിയിലൂടെയൊക്കെ ഇറങ്ങി നടക്കുകയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ള പല രൂപത്തിലുള്ള പ്രയാസമൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോ എന്താ അദ്ദേഹത്തിന് നല്ല സാമ്പത്തികമായിട്ട് നല്ല കഴിവുണ്ടാകുന്ന വിധത്തിൽ നല്ല ഒരു നിധിയോ ഒരു നിക്ഷേപമോ ഒക്കെ ഇറക്കിക്കൊടുത്തുകൂടേന്ന്. അതാപ്പോ അവര് കണ്ട മറ്റൊരു പോരായ്മ. മുഹമ്മദ് ദരിദ്രനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല, അദ്ദേഹം പലപ്പോഴും അങ്ങാടികളിൽ ചെറിയ കച്ചവടമൊക്കെ ചെയ്യേണ്ടി വരുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, വരുന്നു, പോകുന്നു. അപ്പൊ ഇതൊക്കെ ഒരു പോരായ്മയായിട്ട് അവര് കാണുന്നത്. വാസ്തവത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഭൗതിക ലോകത്തുള്ള വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ അല്ലാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയ സമ്പന്നനായ ഒരു രാജാവാകണോ അതോ അല്ലാഹുവിന്റെ അടിമയായ ഒരു എളിയ അടിമയായ പ്രവാചകനാകണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റഹ്മാനായ റബ്ബ് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത് എന്താണ്? രാജ്യത്തിന്റെ വലിയ സമ്പന്നനായ ഒരു ഭരണാധികാരിയാവാനല്ല അവിടുന്ന് ഇഷ്ടപ്പെട്ടത്, മറിച്ച് അള്ളാഹുവിന്റെ വിനീത ദാസനായ ഒരു പ്രവാചകനായി ജീവിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇവര് പറയുന്നത് എന്താ അദ്ദേഹത്തിന് വല്ല നിക്ഷേപവും അള്ളാഹ്ക്കാണ്ട് ഇട്ടുകൊടുത്തുകൂടെ അദ്ദേഹത്തിലേക്ക്? ധാരാളമായി നിധി നിക്ഷേപമൊക്കെ കൊടുക്കാത്തത് എന്താ? അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ ഇവരിപ്പോ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പത്തില്ല എന്നുള്ളത് ഒരു പോരായ്മയാണോ? വാസ്തവത്തിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്തിന്, അവിടുത്തെ പ്രവാചകത്വത്തിന്റെ മാറ്റി കൂട്ടുകയാണ് പ്രിയമുള്ളവരെ അതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? നാം സങ്കല്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ധാരാളമായി നിക്ഷേപങ്ങളൊക്കെ നൽകി ഒരു വമ്പിച്ച ധനാഢ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിൽ ഈ മുശ്രിക്കുകളും നിഷേധികളും പിന്നെ പറയാ എന്താണെന്നറിയോ? മുഹമ്മദിന്റെ പിന്നാലെ കുറെ ആളുകൾ കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സമ്പത്ത് കണ്ടിട്ടാണ് എന്നാ പറയാ. മുഹമ്മദ് വലിയ ധനാഢ്യനാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ സമ്പത്ത് കണ്ടിട്ട് പിന്നാലെ കുറച്ച് അനുയായികൾ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും അത് പറയൂലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നനല്ല എന്നുള്ളത് അവിടുത്തേക്കൊരു പോരായ്മയല്ല, മറിച്ച് അവിടുത്തെ പ്രവാചകത്വത്തിന് അത് ഏറ്റവും ശക്തി പകരുകയാണ് ചെയ്യുന്നത്. ഒരു സമ്പത്തും ഇല്ലാതിരുന്നിട്ടും ദരിദ്രനായ നബിയായിരുന്നിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആളുകൾ പിൻപറ്റുന്നുണ്ടല്ലോ. അത് അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള മാറ്റും തിളക്കവും കൂട്ടുകയാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയല്ല. അതുപോലെ തന്നെ അവരുടെ അടുത്ത ചോദ്യം എന്താണ്?
ഔ അല്ലെങ്കിൽ തകൂനു ലഹു, അദ്ദേഹത്തിന് ഉണ്ടാകാത്തതെന്ത്? അദ്ദേഹത്തിന് ഉണ്ടായിക്കൂടെ ജന്നത്തുൻ, ഒരു തോട്ടം. എങ്ങനത്തെ തോട്ടം? യഅ്കുലു മിൻഹാ, അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുന്നു. ഇങ്ങനെ ഭക്ഷണമൊന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ പട്ടിണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കയറി ഫ്രൂട്ട്സും ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാവുന്ന നിലക്കുള്ള നല്ല ഒരു തോട്ടം എന്താ അദ്ദേഹത്തിന് ഉണ്ടാകാത്തത്? ഇതും വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പോരായ്മയാണോ? അവിടുത്തേക്കൊരു തോട്ടമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോട്ടങ്ങളുടെയൊക്കെ ഉടമയായിരുന്നുവെങ്കിൽ ഇവര് പറയും, കണ്ടോ മുഹമ്മദിന്റെ പിന്നാലെ കുറച്ച് ആളുകൾ ഇപ്പൊ കൂടിയിട്ടുള്ളത്, അദ്ദേഹത്തിന് നല്ല മനോഹരമായ കായ്കനികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ കയറിയിട്ട് ഫ്രൂട്ട്സും ഭക്ഷണമൊക്കെ കഴിക്കാൻ മുഹമ്മദിന്റെ പിന്നാലെ കുറച്ച് ആൾ കൂടിയിട്ടുണ്ട് എന്നാ പറയാ. ഇപ്പൊ അതും പറയാൻ നിവൃത്തിയില്ല. അപ്പൊ അതും അവരെന്തൊക്കെ ആരോപണം പറയുന്നു അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രവാചകത്വത്തിന്റെ തിളക്കവും മാറ്റും കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. ബാലിശമായ വാദങ്ങളാണ് അവർ ഈ പറയുന്നതൊക്കെ. മാത്രമല്ല പിന്നെ അവസാനം കണ്ടുപിടിച്ചതെന്താ? പരിശുദ്ധ ഖുർആനിന്റെ ഈ വശ്യ മനോഹര സുന്ദരമായ പാരായണം കേട്ട് ആളുകളൊക്കെ അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന കാഴ്ച അറേബ്യൻ ജനത കാണുകയാണ്. ഈ ഖുർആൻ കേൾക്കാൻ പോകരുത് എന്നൊക്കെ അവിടെയുണ്ടായിരുന്ന പ്രമാണിവർഗം, അവിടെയുണ്ടായിരുന്ന സാധാരണക്കാരോട് എപ്പോഴും പറയാറുണ്ട്. കാരണം അവർക്കറിയാം ഇത് കേട്ട ജനങ്ങളുടെ മനസ്സിലേക്ക് അത് വല്ലാതെ സ്വാധീനിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും യോഗം കൂടും. മുഹമ്മദിന്റെ ഖുർആൻ പാരായണം അല്ലെങ്കിൽ അബൂബക്കറിന്റെ ഖുർആൻ പാരായണം അതൊക്കെ ജനങ്ങളിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അവര് ആളുകളോട് അടക്കം പറയാൻ തുടങ്ങി, കേട്ടുപോകരുത്, അഥവാ കേൾക്കുകയാണെങ്കിൽ തന്നെ അവിടെ പോയിട്ട് ഒച്ചുണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം. ശരിക്കും എന്താ മുഹമ്മദ് പാരായണം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയപ്പെടാത്ത നിലക്ക് അവിടെ പോയിട്ട് ബഹളമുണ്ടാക്കണമെന്നായിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ അനുയായികളോട് പറഞ്ഞിരുന്നത്. കാരണം അത്രത്തോളം അവര് വിശുദ്ധ ഖുർആനിന്റെ വശ്യസുന്ദര മനോഹരമായ അതിന്റെ തത്വങ്ങളെയും അതിന്റെ ഭാഷയെയും ശൈലിയെയും എല്ലാം അവർ ഭയപ്പെട്ടു. ആളുകൾ അവരുടെ മതിൽക്കെട്ടുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് പാർത്തും പതുങ്ങിയും ഖുർആൻ കേൾക്കാൻ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇനി എന്താ ചെയ്യുക, എന്താ ഇനി മുഹമ്മദിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക? നുണ പറയുന്ന ആളാന്ന് പറയാൻ പറ്റൂല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് ഒരു കളവ് പറഞ്ഞതായിട്ട് അവർക്ക് ഓർമ്മയില്ല. വസ്തുത അങ്ങനെയാണ്, താൻ ഒരു കളവും പറഞ്ഞിട്ടുമില്ല. അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റൂല. അങ്ങനെ അവസാനം അവർ യോഗം കൂടി. അവര് പറഞ്ഞത് എന്താണെന്നറിയോ? അവര് പറഞ്ഞത് നിങ്ങൾ പിൻപറ്റുന്നില്ല ഇല്ലാ റജുലം മസ്ഹൂറാ, സിഹിർ ബാധിച്ച ആഭിചാരത്തിന് വിധേയനായ ആഭിചാരബാധിതനായ അങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുന്ന ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ വിശ്വാസികളെ നോക്കിക്കൊണ്ട് അവര് പറഞ്ഞത്. അവരവസാനം കണ്ടെത്തിയത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ ബുദ്ധിഭ്രമം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് ഈ പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ മുഴുവനും ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ പാരായണം ചെയ്യാണ്. അതിന് വല്ല നിലനിൽക്കും വല്ല നിൽക്കക്കള്ളിയുള്ള വാചകാണോ ആ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു നോർമൽ പ്രകൃതമല്ലായിരുന്നുവെങ്കിൽ അവിടുത്തേക്ക് ഒരു സാധാരണ വർത്താനം തന്നെ പറയാൻ കഴിയോ? ബുദ്ധിഭ്രമം ബാധിച്ചിട്ടുള്ള ഒരാള് സാധാരണ നിലക്കുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാൽ പോലും പരസ്പരം വൈരുദ്ധ്യായിരിക്കും, ഒന്നൊന്നിനോട് ചേരൂല, പറഞ്ഞത് തന്നെ പറയും. അതുപോലെ തന്നെ അർത്ഥങ്ങളും ആശയങ്ങളും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവില്ല. കാരണം ബുദ്ധിഭ്രമം ബാധിച്ച ഒരാള് സാധാരണ വർത്താനം പറഞ്ഞാൽ തന്നെയും അങ്ങനെയാണ് സാധാരണയായിട്ട് സംഭവിക്കുക. എന്നാലോ ഈ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ മനോഹരമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണവും ഇതിലെ ആശയങ്ങളും കേട്ടിട്ട് ഒന്നും പറയാനില്ല എന്നിട്ട് അവര് പലതും പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്. ചിലപ്പോൾ അവര് പറഞ്ഞതെന്താ, മുഹമ്മദ് ഒരു പാട്ടുകാരനാണ്, ഷായിറാണ്, മുഹമ്മദ് എന്തൊക്കെയോ കവിതയാണ് ഈ ഉരുവിടുന്നത് എന്ന് പറഞ്ഞു. ചിലപ്പോ അവര് പറയും മുഹമ്മദ് ജ്യോത്സ്യനാണ്, എന്തൊക്കെയോ ജ്യോത്സ്യന്മാരെന്തൊക്കെയോ പറഞ്ഞിട്ട് പിച്ചുമ്പയും വിളിച്ചു പറയാണ്. ചിലപ്പോ പറഞ്ഞു എന്ത്, സാഹിറാണ്, ഒരു മജീഷ്യനാണ്. ചിലപ്പോ പറഞ്ഞു പ്രാന്താണ്, തലക്ക് സുഖല്ല, മജ്നൂനാണ്. ചിലപ്പോ പറഞ്ഞു
കളവ് പറയുകയാണ്. ചിലപ്പോ അവർ പറഞ്ഞു എന്ത്, ഈ രൂപത്തിൽ ആരൊക്കെയോ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ആഭിചാരം ചെയ്തിട്ടുണ്ട്, ആ ആഭിചാരം ഏറ്റിട്ടുള്ള പിച്ചും പേയും വിളിച്ചു പറഞ്ഞതാണ് ഈ ഖുർആൻ മുഴുവനും. ഏതെങ്കിലും ഒരു സമയത്തേക്കുള്ള അല്പസമയത്തേക്കുള്ള കാര്യമൊന്നുമല്ല ഇവർ പറയുന്നത്. ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ ഖുർആൻ, എന്നാലും അതിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനും പറ്റുന്നില്ല. അപ്പൊ അവസാനം കണ്ടെത്തിയത് ഇയാൾക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട്, ഇയാൾക്ക് ആഭിചാരം ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഇയാൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാള് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് അറേബ്യൻ മുശ്രിക്കുകൾ അവസാനം കണ്ടെത്തിയ അവരുടെ ഒരു ന്യായം, അതല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടാനുള്ള ഒരു മറുപടി അവർ ജനങ്ങളോട് ഇതാ കണ്ടെത്തിയത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്! എന്താ അതിലെ വിഡ്ഢിത്തം? ഒരു സാധാരണ നോർമൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പോലും കൊണ്ടുവരാൻ കഴിയാത്ത, അതീവ ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത വചനങ്ങളാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് പറയാണ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ രൂപത്തിലുള്ള ഭാഷാ സാഹിത്യകാരന്മാരെയും അറബി ഭാഷയുടെ എല്ലാ രംഗത്തുമുള്ള മികച്ച വലിയ വലിയ നിപുണത നേടിയിട്ടുള്ള ആളുകളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെല്ലുവിളിച്ചില്ലേ, കൊണ്ടുവരിനടാ, കൊണ്ടുവരിൻ, നിങ്ങളുടെ എല്ലാ ആളുകളെയും സഹായത്തിന് വിളിച്ചോളൂ, എന്നിട്ട് ഇതുപോലെ ഒരു ഗ്രന്ഥം വേണ്ട, ഇതുപോലെ ഒരു അധ്യായം, ഒരായത്ത് കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചു. വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. വലിയ ബുദ്ധിമാന്മാരാണല്ലോ അവര്, അങ്ങനെയുള്ള ബുദ്ധിമാന്മാർക്ക് സാധിച്ചില്ല. എന്നിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറയാണ്, അദ്ദേഹം പിച്ചുമ്പേയും പറയണം, എന്താ പ്രശ്നം, സിഹിർ ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ് ഈ ഖുർആൻ. അങ്ങനെ വല്ല പിച്ചുമ്പേയും ബാധിച്ചാൽ സാധാരണ വർത്താനം പറഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ലേ സംഭവിക്കുക, പൂർവാപര ബന്ധമില്ലാതെയല്ലേ സംസാരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ഓതിക്കൊടുത്ത ഈ പരിശുദ്ധമായ ഗ്രന്ഥം അത് പിച്ചുമ്പേയും പറയുന്നത് പോയിട്ട് അവിടെയുണ്ടായിരുന്ന അഗ്രഗണ്യന്മാരായ ഭാഷാ സാഹിത്യകാരന്മാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞില്ലേ? അവർക്ക് പോലും പറയാൻ സാധിക്കാത്തതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഞെട്ടിക്കുന്ന വിധത്തിൽ പാരായണം ചെയ്ത് കൽപ്പിച്ചു കൊടുത്തത്? ഇത് ബുദ്ധിഭ്രമം ബാധിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയോ? ഇത് ബുദ്ധിഭ്രമം ബാധിച്ച ഒരാളുടെ വാക്കുകളാണോ? അപ്പൊ കേവലം അവർക്കൊരു മനസ്സമാധാനം അടയുവാൻ കണ്ടെത്തിയ ഒരു പ്രയോഗം മാത്രമായിരുന്നു എന്ത്? മുഹമ്മദ് ഈ പറയുന്നതൊക്കെ ആഭിചാരമേറ്റിട്ട് അവനിങ്ങനെ പിച്ചുമ്പേയും വിളിച്ചു പറയുന്നതാണ് ഈ ഖുർആനിലുള്ളത് മുഴുവനും എന്നതാണ് അറേബ്യൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവസാനം പറഞ്ഞത്. അതാണ് അവർ പറഞ്ഞത്, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ ആഭിചാരബാധിതനായ ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ഈ പ്രയോഗമുണ്ട്. ഒന്ന് സൂറത്തുൽ ഇസ്രായിലും നമുക്ക് ഈ പ്രയോഗം കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത് എന്താണ്? 47-ാമത്തെ ആയത്തിൽ വഇദുഹും നജ്വാ ഇദ് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. അവിടെ ഇതന്നെ ആശയം. ഖുർആനെ പറ്റി എന്താ ഇനി പറയേണ്ടത് എന്നൊക്കെ കൂടിയാലോചിച്ച് യോഗം കൂടിയിട്ട് അവസാനം നമുക്ക് ഇതങ്ങോട്ട് പറഞ്ഞ് തടിതപ്പാം എന്നതാണ് അവർ പറഞ്ഞത്. വാസ്തവത്തിൽ അവരുടെ ആ വാദവും അവരുടെ മൂർധാവിൽ ഏൽക്കുന്ന വലിയ പ്രഹരമായിട്ടാണ് മാറുന്നത്. കാരണം സിഹിർ ബാധിച്ച ഒരാൾക്കുണ്ടോ ഇത്ര വലിയ വലിയ ബുദ്ധിജീവികളെ വരെ വെല്ലുവിളിച്ചിട്ട് അവരൊക്കെ മുട്ടുമടക്കിയ അത്തരത്തിലുള്ള വിശുദ്ധമായ വാക്കുകൾ ഉരുവിടാൻ സിഹിർ ബാധിച്ച വ്യക്തിക്ക് പോയിട്ട് നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക്, അതീവ ബുദ്ധിമാന്മാർക്ക് പോലും സാധിക്കാത്തതല്ലേ ഈ വിശുദ്ധ ഖുർആനിലൂടെ അവിടുന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ചത്? അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഈ വാദം കേവലം പൊള്ളയായ വാദമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുന്നത്, ഉൻളുർ, നബിയെ നോക്കൂ നിങ്ങൾ, കൈഫ ദറബൂ ലക്കൽ അംസാൽ, എപ്രകാരമാണ് അവർ താങ്കൾക്ക് ഉപമകൾ വിവരിച്ചത് എങ്ങനെയാണെന്ന്. ഇവിടെ അംസാൽ എന്ന് പറഞ്ഞാൽ അവർ താങ്കളെ കുറിച്ച് ഒരുപാട് അഷ്ബാഹുകൾ, കുറെ കാര്യങ്ങള്, ഔസാഫുകള്, ഒരുപാട് വിശേഷണങ്ങൾ ഇപ്പൊ അവര് നിങ്ങൾക്ക് ചാർത്തുന്നു. ഷായിറാണ്, കവിയാണ്, ജ്യോത്സ്യനാണ്, കാഹിനാണ്, മജ്നൂനാണ്, അതുപോലെ തന്നെ സാഹിറാണ്, മസ്ഹൂറാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നബിയെ നോക്കൂ, എന്തൊരു പുതുമയാണ് അവരുടെ കാര്യം, എപ്രകാരമാണ് അവർ താങ്കൾക്ക് പല വിശേഷണങ്ങളും ചാർത്തിത്തരുന്നത്. അങ്ങനെ ഇല്ലാത്ത ദുരാരോപണങ്ങൾ താങ്കളെ കുറിച്ച് അവര് പറഞ്ഞതിന്റെ കാരണത്താൽ ഫദല്ലൂ, ആകയാൽ അവർ വഴിപിഴച്ചുപോയി.
ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തിയതിന്റെ പേരിൽ അവർ വഴിപിഴച്ചു പോയിരിക്കുകയാണ്. അങ്ങനെ വഴിപിഴച്ചു പോയത് കൊണ്ട് ഇനി അവർക്ക് നേരിലെത്താനുള്ള ഒരു മാർഗവും ഇനിയില്ല. ഫലാ യസ്തതിഊന സബീലാ, ആകയാൽ ഫലാ യസ്തതിഊന, ഇനി അവർക്ക് കഴിയൂല, സബീലൻ, ഒരു മാർഗവും കണ്ടെത്താൻ ഇനി കഴിയുന്നതല്ല. ഇനി ഒരു മാർഗവും കണ്ടെത്താൻ അവർക്ക് കഴിയൂല. കാരണം ഇത്രത്തോളം അവർക്കെല്ലാം ബോധ്യമാകുന്ന നിലക്ക് അവർക്ക് വിശുദ്ധമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ നിങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ടും മുട്ടുശാന്തിക്ക് വേണ്ടി, സ്വയം ഒരു സമാധാനമടയുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല വിശേഷണങ്ങളാണല്ലോ നിങ്ങൾക്കവർ വിവരിച്ചു തന്നത്, നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത്. അതിലൂടെ അവർ പിഴച്ചുപോയി. കാരണം അവരുടെ മനസ്സുകളിൽ ഇങ്ങനെ വേണ്ടാത്ത വസ്വാസുകൾ ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. അതും കൊണ്ടാണ് അവർ നടക്കുന്നത്. അത് ക്ലിയർ ആക്കാനല്ല, ആ വസ്വാസുകൾ അവരുടെ മനസ്സുകളിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അങ്ങനെ വസ്വാസുകൾ നിലനിന്നത് കൊണ്ട് ഫളല്ലു, അവർ പഴച്ചുപോയി. ഈ വചനം നമ്മൾ ശരിക്കും വിലയിരുത്തണം. വസ്വാസുകൾ ഒരാളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി അത് പുറത്തു പോകാനുള്ള ഒരു സാധ്യതകൾ ഇല്ലാതെയാകുമ്പോ ഏതു മനുഷ്യനും പഴച്ചു പോകും. അതാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞതെന്താ, നിങ്ങളെക്കുറിച്ച് അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പല രൂപത്തിലുള്ള വസ്വാസുകൾ, പല തോന്നലുകളും സമൂഹത്തിന്റെ മുമ്പിൽ അവർ പല രൂപത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും നടത്തിയത് കാരണത്താൽ അവർ തന്നെ പഴച്ചു. ഒരു മനുഷ്യന്റെ മനസ്സിൽ ആ രൂപത്തിലുള്ള വസ്വാസുകൾ കടന്നുകൂടാൻ അനുവദിക്കാൻ പാടില്ല. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയോട് ഒരിക്കൽ പറഞ്ഞൊരു വാചകം നമുക്ക് മിഫ്താഹു സആദ എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അദ്ദേഹം അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ വിലയിരുത്തേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ്. അതെന്താ? നമ്മുടെ മനസ്സുകളിൽ സംശയങ്ങൾക്ക് ഇട കൊടുക്കരുത് എന്നാണ്. സംശയങ്ങൾ ആരെങ്കിലും ഉണർത്തുന്നുവെങ്കിൽ പ്രമാണങ്ങൾ കൊണ്ട് ഉടനെ അത് ക്ലിയർ ചെയ്യണം. നമ്മുടെ മനസ്സിൽ സംശയങ്ങളും അതുപോലെയുള്ള പല രൂപത്തിലുള്ള വസ്വാസുകളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒന്നിന് ഇടം ഉണ്ടായാൽ ഉടനെ തന്നെ അത് വിവരമില്ലെങ്കിൽ വിവരമില്ലാത്തവരോട് ചോദിച്ചു പഠിച്ച് ക്ലിയറാക്കി നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് അത്തരത്തിലുള്ള ശുബ്ഹാത്തുകളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് മുക്തമാക്കണം. അതില്ലെങ്കിൽ എന്താണ്? പഴച്ചു പോകും എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ശിഷ്യനോട് പറയാണ്, നീ നിന്റെ മനസ്സിനെ മിസ്ല സഫൻജ, നീ സ്പോഞ്ച് പോലെയാക്കരുത്. ഈ സ്പോഞ്ചിന്റെ പ്രത്യേകത എന്താണ്? അതിലേക്ക് വെള്ളം വീണാൽ വീഴുന്ന വെള്ളമൊക്കെ അതിങ്ങനെ കുടിക്കും. അത് അവിടെ തന്നെ ഉണ്ടാവും, അത് അവിടെ തന്നെ അങ്ങനെ നിലനിൽക്കും. പിന്നെ അത് പ്രയാസപ്പെട്ട ഒരാളെടുത്ത് പിഴിഞ്ഞാലല്ലാതെ അത് അവിടെ നിന്ന് പോവില്ല. അപ്പൊ ആ നിലക്ക് എന്ത് വീഴാനും, എന്ത് മനസ്സിലേക്ക് വീണാലും അതൊക്കെ അങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചെടുത്ത് അവിടെ ഇങ്ങനെ നിറച്ചു വെക്കുന്ന ഒരവസ്ഥയാവരുത് നിന്റെ ഹൃദയത്തിന്. മറിച്ച് നിന്റെ ഹൃദയത്തെ നീ ആക്കണം, നല്ല ഉറച്ച, നല്ല സ്ഫടിക സമാനമാക്കണം, സ്ഫടികം പോലെയാക്കണം, ഗ്ലാസ് പോലെയാക്കണം. എന്താണ് ഗ്ലാസിന്റെ പ്രത്യേകത? തമുറു ശുബ്ഹാത്ത് ബിളാഹിരിഹാ വലാ തസ്തഖിറു ഫീഹാ. അതേ, ഏതുപോലെ ഒരു ഗ്ലാസിലേക്ക് വെള്ളമോ, ഒരു ഗ്ലാസിലേക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ ഗ്ലാസിന്റെ പ്രതലത്തിലേക്ക് എന്തെങ്കിലും വീണാൽ ആ ഗ്ലാസ് അത് കുടിച്ചെടുക്കൂല, അത് വലിച്ചെടുക്കൂല, പെട്ടെന്ന് തന്നെയാണ് പോകും. ടച്ച് ചെയ്യുമ്പോഴേക്ക് അത് തെറിച്ചാണ് പോകും. ഒരു സ്പോഞ്ചിലേക്ക് വെള്ളം വീണാലോ അത് ഫുള്ള് അത് കുടിച്ച് അവിടെ എങ്ങനെ ഇരിക്കും, നിറഞ്ഞിരിക്കും. അത് ഒരു സ്ഫടിക പ്രതലത്തിലേക്കാണ്, ഒരു ഗ്ലാസ് പ്രതലത്തിലേക്കാണ് വെള്ളം ഇറ്റി വീഴുന്നതെങ്കിലോ ആ ഗ്ലാസിൽ തട്ടിയ ആ ഗ്ലാസിന്റെ നല്ല ഉറപ്പും അതിന്റെ തെളിമയും കാരണത്താൽ വെള്ളം അങ്ങ് പുറത്തേക്കാണ് തെറിച്ചു പോകും, വെള്ളം അവിടെ നിൽക്കൂല. അതെന്താ കാരണം? ക്ലിയർ ആണ് സ്ഫടികം, അതിന് നല്ല ഉറപ്പുണ്ട്. ഇതേപോലെ ആയിരിക്കണം നിന്റെ ഹൃദയം എന്ന്. ഒരു ഉറപ്പില്ലാത്ത വെറും കേവലം ഒരു സ്പോഞ്ച് പരുവത്തിലായിരിക്കരുത് നിന്റെ ഹൃദയം. സമൂഹത്തിൽ ഓരോരുത്തര് സമൂഹത്തിലേക്ക് ഇളക്കി വിടുന്ന സർവ്വ ശുബ്ഹാത്തുകളെയും സംശയങ്ങളെയും വസ്വാസുകളെയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് അതൊക്കെ വായിച്ച് തലയിൽ കയറ്റി അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് അതിലിങ്ങനെ നടക്കല്ല വേണ്ടത്. അവരവർക്ക് വല്ല സംശയവും വന്നാൽ ഉടൻ ക്ലിയർ ചെയ്യണം. വളരെ പെട്ടെന്ന് സ്ഫടിക സമാനമായ രൂപത്തിലായിരിക്കണം ഹൃദയം. അവിടെ സംശയങ്ങൾക്ക് ഇടം കൊടുക്കരുത്. സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അവര് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, സുമ്മലം യർതാബു, പിന്നീട് അവർ ശങ്കയുണ്ടാവുകയില്ല, അവരാശങ്കയുണ്ടാവുകയില്ല, അവരിങ്ങനെ ശങ്കിച്ച് നിൽക്കൂല.
ശരിയാണോ തെറ്റാണോ എന്ന സ്വഭാവം അവർക്ക് ഉണ്ടാവൂല. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി എന്ന് മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ. ഇങ്ങനെ ചാഞ്ചാടും, അതും ശരിയാണ് ഇതും ശരിയാണ് ഇതും ശരിയാണ് അതും ശരിയാണ്, അങ്ങനെ ഉണ്ടാവില്ല. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, സത്യത്തിന്റെ ശേഷം പിന്നെ അസത്യമല്ലാതെ മറ്റെന്താ ഉള്ളത്? അതുകൊണ്ട് കാര്യങ്ങൾ വേർതിരിച്ചറിയണം. ഇവിടെ മുശ്രിക്കുകൾക്ക് സംഭവിച്ചതെന്താണ്? അവരുടേതായ പ്രമാണിവർഗം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ബാലിശമായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ബാലിശമായ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരുടെ അണികൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങനെ കേട്ട് അതും വിശ്വസിച്ച് അങ്ങനെ നടന്നു. അതുകൊണ്ട് അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഫദല്ലു, അത് കാരണത്താൽ അവർ പിഴച്ചു. അകയാൽ ഫലാ യസ്തതിഊന സബീലാ, ഒരു മാർഗവും ഇനി കണ്ടെത്താൻ അവർക്ക് സാധ്യമാവുകയില്ല. ഇനി ഒരു നേരിന്റെ മാർഗത്തിലേക്ക് എത്താൻ അവർക്ക് സാധ്യമാകൂല. അപ്പൊ മുശ്രിക്കീങ്ങൾ ഇപ്പോ കഴിഞ്ഞ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചു, തൗഹീദിൽ അവർ മായം ചേർത്തു, തൗഹീദിൽ അവർ തെറ്റിപ്പോയി. പിന്നെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് വേറെ എവിടുന്നൊക്കെ കേട്ടു പറയുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഖുർആനിനെ സംബന്ധിച്ചും അവർ അവിശ്വാസികളായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇരുന്ന് ആലോചിച്ചിട്ട് കിട്ടിയ ഒരുപാട് വിശേഷണങ്ങളാണ് അവർ പലതും പറഞ്ഞു വരുത്തിയത്. അവസാനം പറഞ്ഞതാണ് സിഹിർ ബാധിച്ചിരിക്കുകയാണ്. ആ സിഹിർ ബാധയാണ് ഈ പറയുന്ന ആയത്തുകളൊക്കെ എന്നാണ് അവർ പറഞ്ഞ മറ്റൊരു ആരോപണം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ഈ വചനവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഇസ്രായിൽ ഇതേപോലെ തന്നെ 47-ാമത്തെ ആയത്തിലും മുശ്രിക്കുകൾ അതല്ലെങ്കിൽ കാഫിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മസ്ഹൂറായ ആളാണ്, നിങ്ങളൊരു സിഹിർ ബാധിച്ച ആളെ അല്ലാതെ പിൻപറ്റുന്നില്ല എന്ന് അക്രമികൾ പറഞ്ഞു. ആ ആയത്തെടുത്തിട്ട് പിൽക്കാലത്ത് ചില ആളുകൾ ഇപ്പോൾ പറയുന്നു. അതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചു എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവനും ഈ അറേബ്യൻ മുശ്രിക്കുകളെ പോലെ ളാലിമാണ്, അക്രമിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചു എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദം അംഗീകരിച്ചു കൊടുക്കലായി തീരും. ഇത് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ പലപ്പോഴും എന്തു പറയാറുള്ളത്? സഹീഹുൽ ബുഖാരി അടക്കമുള്ള ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു യഹൂദി, ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിഷമിപ്പിക്കുവാൻ വേണ്ടി, അവിടുത്തേക്ക് ചില ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഈ ലബീദ് എന്ന് പറയുന്ന ജൂതൻ എന്ത് ചെയ്തു? ചില ആഭിചാര ക്രിയകൾ ചെയ്തു. ഇത് നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. വളരെ പ്രസിദ്ധമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ്, ഒരു നിലക്കും തള്ളിക്കളയാൻ സാധ്യമല്ലാത്തത്ര കൃത്യമായ ഹദീസാണ്. അപ്പൊ ആളുകളുടെ സംശയം എന്താ? അപ്പൊ നബിക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് നമ്മൾ അംഗീകരിച്ചാൽ മുശ്രിക്കുകളും പറഞ്ഞ വാദത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കലാവൂലേന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബുഖാരിയിൽ വന്ന ഹദീസാണെങ്കിൽ പോലും ആ ഹദീസ്, ഏത് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു ജൂതൻ സിഹിർ ചെയ്തു എന്നും എന്നിട്ട് നബിക്ക് ചില ചില്ലറ വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന ഹദീസ് നമ്മൾ തള്ളണം. കാരണം അത് ഖുർആനിന് എതിരാണ്. അപ്പൊ ഖുർആനിന് എതിരായിട്ടുള്ള ഹദീസ് ബുഖാരിയിലാവട്ടെ വന്നാലും എവിടെ വന്നാലും അത് തള്ളണം. പിന്നെ അത് സ്വീകരിക്കാൻ പറ്റൂല. ബുഖാരിയിലുണ്ട് എന്നുള്ള നിലക്ക് അത് സ്വീകരിക്കാനും പറ്റൂല എന്നതാണ് ഇപ്പൊ ചില ആളുകൾ ഉയർത്തിവിടുന്ന, ചില പുത്തൻവാദികളായ ആളുകൾ ഉയർത്തിവിടുന്ന ഒരു വസ്വാസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇവിടെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞ സിഹിർ എന്താ? ലബീദ് ചെയ്ത ഈ സിഹിറിനെ കുറിച്ചാണോ മുശ്രിക്കുകൾ പറഞ്ഞത്? അല്ല, അത് മദീനത്തുനിന്നാണ്. അത് മദീനയിലെത്തിയതിന്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആ സിഹിർ അവിടത്തേക്ക് ബാധിക്കുന്നത്. അത് നമുക്ക് ശേഷം പറയാനുണ്ട്. എന്നാൽ ഇതോ ഈ 2 അധ്യായങ്ങളും, ഏത് 2 അധ്യായങ്ങൾ? ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിലെ ഈ വചനവും അതുപോലെ ഇതേ ആശയം മുശ്രിക്കുകൾ പറഞ്ഞു എന്ന് നാം നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ഇസ്രായിലെ 47-ാമത്തെ ആയത്തും
ഈ 2 അധ്യായങ്ങളുടെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഈ 2 അധ്യായങ്ങളും സൂറത്തുകളും മക്കി സൂറത്തുകളാണ്. അഥവാ ഹിജറക്ക് മുമ്പ് അവതീർണമായ സൂറത്തുകൾക്കാണ് മക്കി സൂറകൾ എന്ന് പറയുക. ഹിജറക്ക് ശേഷം അവതീർണമായ സൂറത്തുകൾ മദനി സൂറകൾ എന്നറിയപ്പെടും. ഖുർആനിൽ അവസാന ഭാഗത്ത് പല മുസ്ഹഫുകളിലും നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുകൾ 1, 2, 3, 114 അധ്യായങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ഇത്ര ആയത്തുണ്ട്, ഇത്രാം നമ്പർ സൂറത്താണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മക്കിയ, മദനിയ എന്ന്. ഈ 2 സൂറത്തുകളും എവിടെ അവതരിച്ചതാണ്? മക്കയിൽ അവതരിച്ചതാണ്. അപ്പൊ മുശ്രിക്കുകൾ പറഞ്ഞ ഈ മസ്ഹൂറ എന്ന് പറഞ്ഞത് മദീനയിൽ ജൂതൻ ചെയ്ത സിഹിറിനെ കുറിച്ചാണോ? ഒരിക്കലുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഹൂദിയായ ലബീദ് ബിനുൽ അഅസം മദീനയിൽ വെച്ച് ആഭിചാരം ചെയ്യുന്നത് ഇതൊക്കെ ഇറങ്ങിയിട്ട് എത്രയോ കാലത്തിന്റെ ശേഷം അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കുകൾ ഇത് ആരോപിച്ചു എന്ന് പറയാ? അപ്പൊ ഇത് രണ്ടും 2 കേസാണ്. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആഭിചാരം ആരോപിച്ചത് എന്താണ്? മുഹമ്മദിന് ഈ നുബുവത്ത് കിട്ടിയത് മുതൽ മുഹമ്മദ് ഇപ്പൊ എല്ലാ കാലത്തും മുഹമ്മദിന് ഇപ്പൊ തലക്ക് സുഖല്ല, ആരോ ആഭിചാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഈ ഖുർആൻ മുഴുവനും ആ ആഭിചാരത്തിന്റെ ഫലമായിട്ട് വിളിച്ചു പറയുന്ന പിച്ചും പേയുമാണെന്നാണ് മുശ്രിക്കുകളുടെ വാദം. എന്നാൽ സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബാധിച്ചു എന്ന് പറയുന്ന സിഹിർ അവിടുത്തേക്ക് എന്തെങ്കിലും ഒരു മാനസികമായ നിലക്കുള്ള ഒരു ഭ്രാന്ത് അല്ല പിടിപെട്ടത്, കേവലം ശാരീരികമായ ഒരു അസ്വസ്ഥത മാത്രമാണ്. രോഗങ്ങൾ പ്രവാചകന്മാർക്കും ബാധിക്കൂലേ? മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിലെ സംഭവം എന്ന് ചുരുക്കി നമ്മൾ പറയാ. ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ഒരു യഹൂദി, അയാൾ പേരിൽ മുസ്ലിമായി എന്നൊക്കെയാണ് പറയുന്നത്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിഷമിപ്പിക്കുവാൻ വേണ്ടി അവിടുത്തെ എന്ത് ചെയ്യാണ്? അവിടുത്തെ വിഷമിപ്പിക്കുക എന്ന കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ചില ആഭിചാര ക്രിയകൾ ചെയ്യാണ്. യഹൂദികൾ അതിൽ വിദഗ്ധന്മാരാണല്ലോ, പൈശാചികമായ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണല്ലോ യഹൂദികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില വിഷമങ്ങൾ ബാധിച്ചു. എന്താ വിഷമം? ശാരീരികമായിട്ടൊരു മൂടില്ല, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരുടെ സമീപത്ത് പോയി എന്ന് തോന്നുന്നു, എന്നാ പോയിട്ടില്ല. ഭാര്യമാരെ സമീപിച്ചോ ഇല്ലേ, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒരു ശങ്ക. അത്തരത്തിലുള്ള ചില ചില്ലറ തോന്നലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോടൊക്കെ പ്രവാചകൻ അത് പങ്കുവെച്ചു. അങ്ങനെ ഒരിക്കൽ പിന്നീട് ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? ഇത് വേറെ ആരും നബി തങ്ങളുടെ പേരിൽ പറഞ്ഞതൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ സിഹിർ ചില വിഷമങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു തന്നത് ആരാ? അള്ളാന്റെ റസൂൽ തന്നെ പറയുന്നത്. ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറയണ്, ആയിഷ, ഞാൻ അള്ളാഹുവിനോട് പരിഹാരം തേടിയിരുന്ന കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊരു തീരുമാനമായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, എന്താ ഉണ്ടായത്? എന്റെ അടുക്കൽ 2 മലക്കുകൾ വന്നു. 2 ആളുകൾ, ഒരാൾ തലഭാഗത്തും ഒരാള് കാൽഭാഗത്തും ഇരുന്നു. ജിബ്രീലും മീകായിലുമാണ് അലൈഹിമുസ്സലാം എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഹദീസുകളുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നിട്ട് ഒരാൾ മറ്റേ ആളോട് ചോദിച്ചു, ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിന് ബാധിച്ചത്? അപ്പൊ പറഞ്ഞു, മത്ബൂബുൻ, ഇദ്ദേഹത്തിന് ആഭിചാരമേറ്റിരിക്കുകയാണ്. അപ്പൊ ആരാണ് ചെയ്തത്? അപ്പൊ തന്നെ മറുപടി പറയണം, ലബീദ് എന്ന് പറയുന്ന ഒരു ജൂതനാണ് ചെയ്തത്. ഏതൊക്കെ വസ്തുക്കളിലാണ് സിഹിർ ആഭിചാരം ചെയ്തത്? ചീർപ്പും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചീർപ്പും അതുപോലെ തന്നെ ചീകിയ മുടിക്കെട്ടും അത് ഒരു ഈത്തപ്പനയുടെ പോളയിൽ അഥവാ കൂമ്പാളയിൽ ഇട്ട് അത് ദർവാൻ കണക്കിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അതാണ് അവർ ചെയ്ത ആഭിചാരം. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് ഈ 2 മലക്കുകൾ വന്നിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവർ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, മുഅവ്വദത്തൈനി ആ 2 അധ്യായങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിങ്ങനെ പാരായണം ചെയ്ത് ധാരാളമായി പാരായണം ചെയ്യുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അവിടുന്ന് പെട്ടെന്ന് വളരെ ഉന്മേഷവാനായിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ സിഹിർ ചെയ്ത വസ്തു കൊണ്ടുപോയി വെച്ചിട്ടുള്ള കിണർ മൂടിക്കളയുകയാണ്.
അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ക്ഷീണവും ആ മാനസികമായ നിലക്ക് ഒരല്പം പ്രയാസമുണ്ടായിരുന്ന കാര്യം പെട്ടെന്ന് തന്നെ, മാനസികമായിട്ട് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ക്ഷീണവും അതോടൊപ്പം മാനസികമായിട്ട് ഇത് മാത്രമാണ്, ഭാര്യമാരുടെ അടുത്ത് പോയോ പോയില്ലേ എന്നുള്ളൊരു സംശയം, അതോടുകൂടെ പരിപൂർണമായും ശിഫയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ ഭാര്യമാരുടെ അടുക്കൽ പോയോ പോയില്ലേ എന്നൊക്കെ സംശയം തോന്നിയെങ്കിൽ ജിബ്രീൽ നബിയുടെ അടുത്ത് വന്നോ, ഖുർആൻ ഓതിയിലോ എന്നൊക്കെ സംശയിക്കാലോ. അപ്പൊ മുഹമ്മദ് നബി പാരായണം ചെയ്തതിലൊക്കെ അങ്ങനെ ചില ചില്ലറ സംശയങ്ങളൊക്കെ വരൂലേ? ഒരിക്കലും വരൂല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവപ്പെട്ടത് കേവലം ഈ ഒരു കാര്യം മാത്രമാണ്, വേറൊന്നുമില്ല. ആ അവസരത്തിലും ഈ രൂപത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയികൾ വന്നിട്ടുണ്ട്. ആ വഹയി കൃത്യമായിട്ട് സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ, അങ്ങനെ അസ്വസ്ഥനായിട്ട് കിടക്കുന്ന വേളയിലല്ലേ രണ്ട് മലക്കുകൾ എൻ്റെ അടുക്കൽ വന്നോന്നും എനിക്കെന്താണ് അസുഖം എന്ന് പറഞ്ഞു തന്നോന്നും അതിനുള്ള പരിഹാരക്രിയ നിർദ്ദേശിച്ചു തന്നു എന്നുമൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വഹയിലൂടെയല്ലേ പറയുന്നത്. അപ്പൊ അവിടുത്തേക്ക് ബുദ്ധിക്ക് വല്ല തകരാറുണ്ടോ? ബുദ്ധിക്ക് വല്ല ഭ്രമവും ബാധിച്ചിരുന്നോ? ബുദ്ധിക്ക് വല്ല ഇളക്കവും തകരാറും ബാധിച്ചിരുന്നുവോ? ഒന്നും സംഭവിച്ചിട്ടില്ല. കേവലം ഈ ഒരു വിഷയത്തിൽ ഏതാനും നാളുകൾ മാത്രം നീണ്ടുനിന്ന ഈ ഒരു അസ്വസ്ഥത മാത്രം അതങ്ങ് അവസാനിക്കുകയും ചെയ്തു. അതും മുശ്രിക്കുകൾ പറഞ്ഞ ഈ വാദവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ കാലയളവിലും വഹി വന്നിട്ടുണ്ടല്ലോ. അവിടുന്ന് എന്തെങ്കിലും പിച്ചും പേയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയോ? കഴിയൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ, ജൂതൻ ചെയ്ത സിഹിർ ബാധിച്ചു എന്നുള്ളത് കൊണ്ട് അത് മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദം നമ്മളും അംഗീകരിക്കലാകുന്നു എന്ന തോന്നൽ വെറുതെയാണ്. കാരണം മുശ്രിക്ക് പറഞ്ഞ കാര്യം വേറെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പം പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ലബീദ് ചെയ്തിട്ടുള്ള സിഹിർ വേറെയുമാണ്. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മാത്രല്ല സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്ക്, ഈ ആയത്തിന് എതിരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചു എന്ന ബുഖാരിയിലെ സംഭവമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ സിഹിർ ബാധിച്ചിട്ടുണ്ട്, അതിനുള്ള പരിഹാരം എന്താണ് എന്ന് നബി തങ്ങൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നതും ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഈ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ സൂറത്തുൽ ഫുർഖാനിലെയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഇസ്രായിലെയും വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുത്തത്? അപ്പൊ നമ്മൾ ചിന്തിക്കണ്ടേ, മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്ത ആയത്തിന് വിരുദ്ധമായിട്ട് പിന്നെ വേറൊരു വിഷയം ജിബ്രീൽ തന്നെ വന്നിട്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും രണ്ടല്ലേ? ഇനിയും മനസ്സിലാകാൻ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചിന്തിക്കാനാ പറയുന്നത്. ചില ആളുകൾ പറയണം, എന്നാലും മുശ്രിക്കുകൾ പറഞ്ഞ വാക്കല്ലേ എന്ത്, മുഹമ്മദിന് ആഭിചാരം ഏറ്റിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും നിലക്ക് നബിക്ക്, ഇനി എത്ര ചെറിയ നിലക്കാവട്ടെ, ഒരു യഹൂദ് ചെയ്ത സിഹിർ ഏറ്റു എന്ന് പറഞ്ഞാൽ അത് നബിക്കൊരു മോശമല്ലേ? ഒരു നിലക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തിന് കളങ്കമാകുന്നില്ല. കാരണം മുശ്രിക്കുകൾ പറഞ്ഞു എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നിഷേധിക്കണോ? തള്ളിക്കളയണോ? അത് ഖുർആനെതിരാന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയണോ? ഒരു ഉദാഹരണം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സിഹിർ ബാധിച്ച ആള് എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താ പറഞ്ഞത്? മുഹമ്മദ് ഒരു കവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷായിറാണ്. മുഹമ്മദ് കവിത പറയുന്ന ആളാണ്. ഖുർആൻ അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. നാം അദ്ദേഹത്തിന് ഒരു കവിതയും പഠിപ്പിച്ചു കൊടുത്തതല്ല. അതെന്തിനെ കുറിച്ചാ? ഈ ഖുർആൻ ഒരു കവിതയല്ല, കവിത പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പറയുന്നതുമല്ല മുഹമ്മദ് എന്നാണ് അള്ളാഹു ആ പറഞ്ഞതിന്റെ താല്പര്യം. എന്നാൽ ഒരാൾക്ക് ചോദിച്ചുകൂടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് ചില ഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിത ചൊല്ലിയിട്ടുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഘട്ടങ്ങളിൽ കവിത ചൊല്ലിയിട്ടുണ്ട്. ഉദാഹരണം, ചില യുദ്ധവേളകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസുകളിൽ കാണാം, അവിടുന്ന് ചൊല്ലി, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇൻ ലാഖൈനാ والمشركون قد بغوا علينا وإن أرادوا فتنة بينا.
2-3 ഈരടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം, സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതമല്ലാത്തൊരു യഥാർത്ഥത്തിലൊരു ജീവിതമല്ല, അൻസാറുകൾക്ക് മുഹാജിറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിതാശകലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പൊ ഇത് ഹദീസിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പറയാണ്, കണ്ടോ ആ ഹദീസ് തള്ളണം. കാരണം എന്താണ്? മുഹമ്മദിനെ കുറിച്ച് മുശ്രിക്കുകൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഒരു കവിയാണ്. അപ്പൊ കവിയാണ് എന്ന അവരുടെ ആരോപണത്തെ സത്യപ്പെടുത്തലാകൂലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വരി കവിത ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഈ ഹദീസുകൾ നബി ഈ കവിത ചൊല്ലിയതൊക്കെ ബുഖാരിയിലുള്ളതൊക്കെ നമ്മൾ തള്ളിക്കളയണം, കാരണം അത് ഖുർആനെതിരാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനോ അത് അംഗീകരിക്കാനോ വകവെച്ചു കൊടുക്കാനോ നമുക്ക് പറ്റുമോ? പറ്റൂല. കാരണം അവര് കവിയാണ് കവിതയാണെന്ന് പറഞ്ഞ് ഖുർആനെ കുറിച്ചാണ്, അതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ കവിത എന്ന് പറയുന്നതോ അത് വസ്തുതാപരമായ ചില കാര്യങ്ങളുമാണ്. അപ്പൊ ഒന്ന് ഇതിനെതിരാണോ? എതിരല്ല. ഇനിയും നോക്ക്, നമ്മൾ ഈ സൂറത്തിൽ തന്നെ പഠിച്ചൊരു ഉദാഹരണം പറയാ. അവര് പറഞ്ഞില്ലേ, വഖാലു മാലി ഹാദർ റസൂൽ യഅകുലു തുആമ വയംശി ഫിൽ അസ്വാഖ് എന്നല്ലേ ഒരു ആരോപണം അവര് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ മുഹമ്മദിന് ഇത് എന്താ പറ്റിയത്? മുഹമ്മദ് ഭക്ഷണവും കഴിക്കുന്നുണ്ട്, അങ്ങാടിയിലൂടെ നടക്കണുണ്ട്, അതുകൊണ്ട് അതൊന്നും ഒരു നബിക്ക് കൊള്ളൂല. ഒരാള് പറയണത് മുശ്രിക്കുകൾ മുഹമ്മദ് നബിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഭക്ഷണം കഴിക്കും, അങ്ങാടിയിൽ കൂടെ നടക്കും. അപ്പൊ അതുകൊണ്ട് ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങാടിയിലേക്ക് പോയി, കച്ചവടം നടത്തി എന്നൊക്കെയുള്ള ഹദീസുകൾ നമ്മൾ തള്ളണോ? എന്തും പറഞ്ഞിട്ട് തള്ളണോ? ഖുർആൻ വിരുദ്ധാണെന്ന് പറയണോ? കാരണം മുശ്രിക്കുകൾ ഇതും പറഞ്ഞല്ലോ, മുഹമ്മദ് അങ്ങാടിയിൽ കൂടെ നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചു, അങ്ങാടിയിൽ കൂടെ നടന്നു എന്നുള്ള ഹദീസുകളിലൊക്കെ വല്ല പ്രയോഗങ്ങളും കാണുന്നതൊക്കെ നമ്മൾ ഇനി തോട്ടിലേക്ക് വലിച്ചെറിയണോ? തള്ളണോ? ഖുർആൻ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട്? അല്ലെങ്കിൽ മുശ്രിക്കുകൾ പറഞ്ഞ ആ വാദത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ തള്ളാമോ? തള്ളാൻ പാടില്ലല്ലോ. അപ്പൊ ഇതുപോലെ ബാലിശമാണെന്ത് മുശ്രിക്കുകൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില അസ്വസ്ഥതയ്ക്ക് കാരണമായ ഒരു പ്രവർത്തനം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന ഹദീസ് തള്ളണം എന്ന് പറയുന്നത് ബാലിശമാണ്. മാത്രല്ല സഹോദരങ്ങളെ, ഇങ്ങനെ സിഹിർ ഇങ്ങനെ ബാധിക്കോ? അതൊന്നും ബാധിക്കൂലാനാണ്. സിഹിർ ബാധിക്കാം ചില പ്രവർത്തനങ്ങൾ കാരണത്താൽ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഭാര്യാഭർത്താക്കൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്ന നിലക്കുള്ള ചില പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലുള്ള സിഹിർ ചെയ്യുന്ന ആളുകൾ ശൈത്താന്മാര് അവരുടെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് ഖുർആൻ പറയുന്നില്ലേ സൂറത്തുൽ ബഖറയിൽ? അപ്പൊ ചില പ്രശ്നങ്ങൾ ഭാര്യാഭർത്താക്കൾക്കിടയിൽ അത് ഉണ്ടാക്കും. ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ കയറുകളിൽ കെട്ടുകയും മൂതുകയും അതുപോലെ തന്നെ ചില വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുകയും ചില രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത് മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് ഇത് കാരണമാണ് എന്ന് അള്ളാഹ് നിശ്ചയിച്ച കാരണമാണ്. അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമാണ്. മനുഷ്യർക്ക് ചില ചില്ലറ ഉപദ്രവങ്ങളൊക്കെ മനുഷ്യനുണ്ടാകാം ഇത്തരത്തിലുള്ള ചില പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ എന്നുള്ളത് അള്ളാഹ് നിശ്ചയിച്ച കാരണമാണ്. അതുകൊണ്ട് അള്ളാഹ് നിശ്ചയിക്കാത്തൊരു കാരണത്തിലൂടെ നമുക്ക് ആപത്ത് ബാധിച്ചു എന്ന് വിശ്വസിക്കലൊന്നും അല്ലാതെ അതും അള്ളാഹ് നിശ്ചയിച്ച തന്നെയാണ്. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞതെന്താ, സിഹിർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകുന്നതാണ്. സിഹിർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചീർപ്പോ മുടിക്കട്ടോ വല്ല വസ്തുക്കളോ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലും ബാധിക്കും എന്ന്, അങ്ങനെ ബാധിച്ചേക്കാമെന്ന് വിശ്വസിക്കുന്നത് പോലും ശിർക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, എത്ര ഗുരുതരമായ വാദമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിഹിർ ബാധിച്ചു എന്ന് ആരെങ്കിലും പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ അവൻ മുശ്രിക്കുകളെ പോലെ ലാലിമാണ്, അക്രമിയാണെന്നും മുശ്രിക്കുകളുടെ വാദം സ്വീകരിച്ച മുശ്രിക്കുകളാണെന്നും സമൂഹത്തിലൊരു വിഭാഗം പറയുമ്പോൾ അത് എത്ര ഗുരുതരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ അക്രമികളിൽ പെട്ടുപോകുമെങ്കിൽ, മുശ്രിക്കുകളിൽ പെട്ടുപോകുമെങ്കിൽ ആരൊക്കെ ആ ഗണത്തിൽ പെടേണ്ടതുണ്ട്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്ക്, തനിക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന വിഷയം ആദ്യമായി ആയിഷമ്മ ബീവിയോട് വിളിച്ചു പറഞ്ഞത് ആരാണ്? മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാവോ? ആ നബി സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിലും ഒന്ന് പറഞ്ഞു കൊടുത്തതാണ്.
ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്താണ്, നിങ്ങൾക്ക് നബിയെ ഇങ്ങനെ ഒരു വിഷമുണ്ട്, ഇന്ന ആളാ ചെയ്തിട്ടുള്ളത്, ഇന്ന കിണറ്റിലാണ് അത് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നൊക്കെ, അതിനുള്ള പരിഹാരം ഇന്നതാണ് എന്ന് ആ ജിബ്രീലാണ് വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ജിബ്രീലിന്റെ അവസ്ഥ എന്താ? ഇനി അത് ആദ്യമായി കേട്ട് ലോകത്തോട് പറഞ്ഞതാരാ? നമ്മുടെ ഉമ്മ, സത്യവിശ്വാസികളുടെ മാതാവായ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അത് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? ഇമാം ബുഖാരിയാണ്. ആയിഷമ്മ ബീവിയിൽ നിന്ന് കേട്ടിട്ടുള്ള ധാരാളം ആളുകൾക്ക് ശേഷം അവസാനം അത് ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ച് എഴുതിയത് ഇമാം ബുഖാരിയാണ്. എത്ര ആളുകളെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടി വരിക? എത്ര ആളുകളെയാണ് അവരൊക്കെ ഇത് അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ടി വരിക? നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ അയിമ്മത്തുൽ അർബഅ, 4 ഇമാമിയങ്ങൾ, ഇമാം ബുഖാരി, മുസ്ലിം, അതുപോലെ തന്നെ ബൈഹഖി, നസായി, ഇബ്നു മാജ, തിർമിദി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം നവവി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അങ്ങനെ ലോകത്ത് ആരാ ഇത് പറയാത്ത? ഇവരൊക്കെ ഇത് അംഗീകരിച്ചു. ഇവരൊക്കെ ഇത് അംഗീകരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അവരൊക്കെ അത് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നു നമുക്ക്. അതേ അവസരത്തിൽ ഇത് നിഷേധിച്ച, ഇത് അംഗീകരിക്കാത്ത ആളുകൾ ആരാണ്? കേവലം പഴച്ചു പോയിട്ടുള്ള മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷി. അവരാണ് സിഹിറിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല, അതൊക്കെ വെറുതെ ചില തോന്നലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നൊരു യാഥാർത്ഥ്യവും ഇല്ല, അത് വെറും മിഥ്യയാണ് എന്നുള്ള വാദം ലോകത്താദ്യമായി കൊണ്ടുവന്നത് ഇസ്ലാമികമായ ശരിയായ സരണിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള മതത്തിൽ പല യുക്തി ചിന്തകളും കടത്തിക്കൂട്ടി അങ്ങനെ മതത്തെ ആ നിലക്ക് വ്യാഖ്യാനിച്ചൊപ്പിച്ച മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷിയാണ് അതിനെ നിഷേധിച്ചിട്ടുള്ളത്. അതിനെ പിൻപറ്റിയിട്ടുള്ള ചില ആളുകളും അത്തരത്തിലുള്ള ചില ആളുകൾ പിൽക്കാലക്കാരും ആ ആളുകളൊക്കെയാണ്. ഇതിൽ ഏത് പക്ഷത്തിന്റെ കൂടെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്? നമ്മൾ നിലയുറപ്പിക്കേണ്ടത് ഒരു സംശയവുമില്ല, അല്ലാഹുവിന്റെ റസൂലാണ് നമുക്കിത് പറഞ്ഞു തന്നത്. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രല്ലല്ലോ ഈ ആരോപണം പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഫിർഔൻ പറഞ്ഞില്ലേ? ഇന്നി ലാ അളുന്നുക യാ മൂസാ മസ്ഹൂറാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും ആ നിലക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഫിർഔനടക്കമുള്ളവര് പറഞ്ഞിട്ടുണ്ട്, ഇന്നി ലാ അളുന്നുക യാ മൂസാ മസ്ഹൂറാ, മൂസ നിനക്ക് സിഹിർ ബാധിച്ചതായിട്ടല്ലാതെ ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നാ വിശുദ്ധ ഖുർആനിൽ വേറെ ആയത്തിൽ വന്നിട്ടില്ലേ? ഫിറൗനും അവന്റെ ആൾക്കാര്, മജീഷ്യന്മാര് വടികളൊക്കെ നിലത്തേക്കിട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് ആ സിഹിർ ഏറ്റു എന്നല്ലേ? യുഖയ്യലു ഇലൈഹി മിൻ സിഹിരിഹിം അന്നഹാ തസ്ആ. അവരുടെ ആ സിഹിർ കാരണത്താൽ, ആ വിചാരം കാരണത്താൽ മൂസാ അലൈഹിസ്സലാമിനും തോന്നിപ്പോയി എന്ത്? അവരുടെ വടികളൊക്കെ പാമ്പായി ഇഴയുന്നുണ്ടെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് മൂസാ നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് അംഗീകരിക്കലാവോ? അത് വേറെ വിഷയമാണ്. അത് കേവലം ചില സമയത്തുള്ള തോന്നൽ മാത്രമാണ്. അത് അതോടുകൂടെ കഴിഞ്ഞു, അത് അതോടുകൂടെ പോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു കൂട്ടർ പറഞ്ഞതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കലാവണമെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ അതേ കാര്യം നമ്മളും പറയണം. അതല്ലല്ലോ ഇവിടെ പറഞ്ഞ്. തരക്കടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിയതൊക്കെ അദ്ദേഹത്തിന് ആഭിചാരം ബാധിച്ചിട്ട് എന്തൊക്കെയോ വിച്ചും പേയും വിളിച്ചു പറഞ്ഞതാണ് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദമാണ് അവർ പറയുന്നത് എന്ന് പറയാം. അതല്ലാതെ മറ്റു കാര്യങ്ങളും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നത് സഹോദരങ്ങളെ യാതൊരർത്ഥത്തിലും ഒരു ചേർച്ചയും അതിലില്ല. അത് കേവലം ചില ബാലിശമായ വാദങ്ങളാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബാധിച്ചിട്ടുള്ള ആ കുറച്ച് സമയത്തേക്ക്, കുറച്ച് ഏതാനും ദിവസങ്ങൾ അവിടുത്തേക്ക് ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആ രൂപത്തിലുള്ള അസ്വസ്ഥതകളൊന്നും അവിടുത്തെ നുബുവത്തിനെയോ റിസാലത്തിനെയോ അവിടുത്തേക്ക് വഹി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ബുദ്ധിപരമായി ഏതെങ്കിലും നിലക്കുള്ള ഒരു തളർച്ചയോ ഒന്നും അവിടുത്തേക്ക് ബാധിച്ചിട്ടില്ല. തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗികമായ ബന്ധത്തിൽ ഒരശക്തി, അതിലെന്തോ സംഭവിച്ചോ ഇല്ലേ എന്നുള്ളൊരു തോന്നൽ മാത്രം. അത് ഇതോടുകൂടെ സൂറത്തുൽ ഫലഖ്, ആ നാസ്, അത്തരത്തിലുള്ള ആയത്തുകൾ ഓതുകയും ആ രൂപത്തിലുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ട് അതൊക്കെ ചെയ്തതോടുകൂടി അതങ്ങ് പോവുകയും ചെയ്തു. അതും മുശ്രിക്കുകൾ പറഞ്ഞ സിഹ്റാരോപണവും രണ്ടാണ് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണമെന്ന നിലക്കാണ് ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇത് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ സിഹിർ കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് ഇന്ന് പലരും തള്ളിക്കളയാണ്. കാരണം എന്താ അവർ പറയുന്നത്? അത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരായത് ബുഖാരിയിലും ഉണ്ട്, അതുകൊണ്ട് ബുഖാരിയും തള്ളണം.
എന്നൊക്കെയാണ് അവർ സ്ഥാപിച്ചൊപ്പിക്കാറുള്ളത്. അങ്ങനെ ഇല്ല. വസ്തുത ഇതാണ് ആ വിഷയത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് സത്യത്തെ സത്യമായി നമ്മൾ മനസ്സിലാക്കുക, അസത്യത്തെ അസത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടത് തള്ളിക്കളയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ വസ്വാസുകളും ശുബ്ഹത്തുകളും സംശയങ്ങളും ഒന്നും നിലനിർത്താതെ പ്രമാണബദ്ധമായ നിലക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ റബ്ബിന്റെ തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും രാജ്യത്തെ മുഴുവനും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.